എൻ്റെ പേര് രാധിക. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കുന്നംകുളത്താണ് നമ്മുടെ ലൊക്കേഷൻ. ഹൽവ മാർട്ട് എന്ന് പറയുന്ന ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 4 മാസമാണ് ആയിരിക്കുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹൽവാസിനെ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുനാഫ ഹൽവ ആണ്. നമ്മുടെ കുനാഫയുടെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഹൽവയാണ്. ഇതിൽ നമുക്ക് കോൺഫ്ലോർ ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. മിൽക്ക് വരുന്നുണ്ട്, ഗീ വരുന്നുണ്ട്, പിന്നെ നമ്മൾ കുനാഫ അതിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിസ്റ്റാഷ്യോ ഫ്ലേവറിൽ വരുന്നതാണ് ഈ പിസ്റ്റാഷ്യോ ഹൽവ. ഇതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് വീറ്റ് ഹൽവയാണ്. കംപ്ലീറ്റ് വീറ്റിലാണ് ചെയ്യുന്നത്. വീറ്റ്, കോക്കനട്ട് ഓയിൽ, ഷുഗർ ആണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് വീറ്റ് തന്നെ, പക്ഷേ ഇത് നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റിലും. പിന്നെ നട്ട്സ് ആഡഡ് ആണ്, ടെർമറിക് ആഡഡ് ആണ്. അതിൻ്റേതായ ഒരു ചെറിയ ഡിഫറൻസ് ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഇതിൽ വരും. ഇത് ഷുഗർ ഫ്രീ ഹൽവയാണ്. അതായത് ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഹൽവ കഴിക്കാൻ ആഗ്രഹത്തോടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളതാണിത്. ഇത് നമ്മൾ ഷുഗറിന് പകരം നമ്മൾ ഷുഗറോ ജാഗ്രിയോ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. മോങ് ഫ്രൂട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഓയിൽ ഉണ്ടാവും. ഓയിൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഒമാനിയ. ഇത് ഷുഗർ തന്നെയാണ് അൾട്ടിമേറ്റ്ലി, പക്ഷേ ഷുഗർ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് നല്ല ഹൈ മധുരം ഉണ്ടാവില്ല ഇതിൽ. കുറച്ച് നിറയെ പംകിൻ സീഡ്സും ഫ്ലാക്സ് സീഡും ഒക്കെ ഇട്ടിട്ട് കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഒമാനിയ ഹൽവ. പിന്നെ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ നവധാന്യം. ഇത് ജാഗരിയിലാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നവധാന്യങ്ങൾ, റാഗി, അങ്ങനെ ഗോതമ്പ്, അങ്ങനെ പല 9 ധാന്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ്, കുറച്ച് സീഡും ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഇത് കാശ്മീരി ഹൽവ. നമ്മളൊരു നിറയെ ഫ്രൂട്ട്സിൻ്റെ, മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവറിൽ ഡ്രൈ ഫ്രൂട്ട്സ് ധാരാളം ഇട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റമാണ്. ആളുകൾക്ക് കാണുമ്പോൾ തന്നെ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മൂവ് ചെയ്യാറുണ്ട്. അധികം മേഡം, ഇപ്പോൾ നമ്മൾ കാലിക്കറ്റൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ഈ ഹൽവ ഷോപ്പുകളൊക്കെ കണ്ടിട്ടുള്ളത്. അതെ അതെ. ഇപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാനായിട്ടുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? അത് ബേസിക്കലി എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പാഷനോടെ നടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ അവിടുന്ന് ആണ് അവിടെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തേക്കൊന്നും ഈ ഹൽവയ്ക്ക് ഒരു പ്രീമിയം ഷോറൂം കണ്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. മാഡം ഇപ്പോൾ മധുരം നന്നായിട്ട് കഴിക്കുന്ന ആളാണോ? മധുരം ഇഷ്ടമാണ്. മധുരം കഴിക്കും. ഹലുവ പൊതുവേ നമ്മൾ തൃശ്ശൂർക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. നമ്മൾ ഈ പൂരത്തിനൊക്കെ എല്ലാവരും ഹലുവ കഴിക്കാത്ത ആളുകൾക്ക് വളരെ കുറവായിരിക്കും നമ്മളെ തൃശ്ശൂർ ഭാഗത്ത്. ഇപ്പൊ നിങ്ങൾ ബേസിക്കലി IT ഫീൽഡ് ആണല്ലോ. അതെ അതെ. അപ്പൊ ശരിക്കും ഹലുവയിലേക്ക് മാത്രം മറ്റുള്ള സ്വീറ്റ്സ് ഒന്നും കാണാനില്ല. ഇപ്പൊ ലഡു, ജിലേബി അതൊന്നും ഇല്ലല്ലോ. ഇല്ല, ഹലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വെറൈറ്റീസ്, പല രീതിയിൽ, പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പല ടേസ്റ്റിൽ ഹൽവാസ് അവൈലബിളാണ്. ഒരുപാട് വെറൈറ്റീസ് അതിനകത്ത് വരും. നമുക്ക് ഹൽവ മാത്രം നമുക്കൊരു വലിയ ഷോറൂം ആക്കാനുള്ള അത്രയും ഉണ്ട് ഐറ്റംസ്. ബാക്കി ഒരു ഐറ്റവും എൻ്റെ അറിവിൽ ഇത്രയും വെറൈറ്റീസ് വരുന്നതില്ല. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 75 വെറൈറ്റി ഇപ്പോൾ കറൻ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനിയും കൂടുതൽ ഇതിപ്പോൾ നമുക്ക് കേരളത്തിലുള്ള വെറൈറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന്, കേരളത്തിന് പുറത്തുള്ളത് ഇവിടെ എത്തിച്ചിട്ടില്ല എപ്പോഴും. അപ്പോൾ അതുകൂടെ വരുമ്പോൾ ആക്ച്വലി കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഹൽവ എന്ന് പറയുമ്പോൾ. കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഹൽവകളുണ്ടല്ലോ. നമ്മൾ കൂടുതൽ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു 2 വർഷത്തോളം നമ്മൾ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ടൈം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കണ്ട് നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിനെ നമ്മൾ പോയി കണ്ട് അവരുടെ സ്ഥലം കണ്ടുപിടിച്ച് സ്ഥലം സന്ദർശിച്ചിട്ടൊക്കെയാണ് നമ്മളിതൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2-3 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇതിന്.
നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ തൃശ്ശൂർക്കാർക്ക് ഹലുവ കഴിക്കാൻ കാലിക്കറ്റ് വരെ എത്തണ്ട, അതെ, കുന്നംകുളം വരെ വന്നാൽ മതി. അതെ, എല്ലാ ഹലുവകളും കിട്ടൂല്ലേ? അതെ. ഇത് നോർമൽ ബ്ലാക്ക് ഹൽവ എന്ന് പറയും. വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു കോഴിക്കോടൻ ഹൽവയാണ്. വളരെ ഹൈ ഡിമാൻഡുള്ളൊരു ഹൽവയാണിത്. ഇത് മൈദയിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ചൊരു ചൂയി ടെക്സ്ചറായിരിക്കും ഇതിന് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നോർമൽ യെല്ലോ, നോർമൽ റെഡ്, ഗ്രീന്, പൈനാപ്പിൾ ഫ്ലേവർ. പിന്നെ ഇത് ഹൈ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് മിക്സഡ് ഫ്രൂട്ട് റെഡ്. ഇതിൽ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ ഫങ്ഷൻസിനൊക്കെ ഒരുപാട് പേര് ബ്ലോക്കായിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്, ഗിഫ്റ്റ് ചെയ്യാനും മറ്റുമായിട്ട്. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ഹൽവ വരുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ടിൽ ബ്ലാക്ക് റെഡ് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ നോർമൽ സെക്ഷനിൽ വരുന്നത്. ഇത് ഹണി ഡ്രൈ ഫ്രൂട്ട് ഹൽവയാണ്. ഇത് ഒരു നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇതിനകത്ത് നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ഹണിയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിൽ വരും. ഷുഗറിന് പുറമേ നമ്മൾ ഹണി കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നെയിം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് ചില്ലി ഹൽവ, പച്ചമുളക് ഇട്ടിട്ട് ചെയ്യുന്നതാണിത്. മധുരത്തിൻ്റെ കൂടെ കുറച്ച് എരിവ് കൂടെ ഇതിനകത്ത് ഉണ്ടാവും. ഇതൊരു വെറൈറ്റി ഐറ്റം ആണ്. നല്ല ആളുകൾ നല്ലപോലെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. ഒരു രസമാണ് ആൾക്കാർക്ക് ഇത് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഈ മുളകിൽ തന്നെ കാന്താരി ഇട്ട് ചെയ്യുന്നതാണിത്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റാണ്. നമ്മൾ കോൺഫ്ലോറിലും റൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അറേബ്യൻ ബ്ലാക്ക്. ഇവിടുത്തെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണിത്. ഇതിൽ അരിയും മൈദയും മിക്സാണ് വരുന്നത്. കൂടെ നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് വരുന്നത്. കുറച്ച് സോഫ്റ്റാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പോഞ്ചി ടെക്സ്ചറാണ്. നോർമൽ മൈദ ഹൽവയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതൊരു സ്പോഞ്ചി ആയിട്ടുണ്ടാവുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇത് അനാർ ഹൽവയാണ്. നമ്മളെ പോമഗ്രാനൈറ്റിൻ്റെ ഹൽവ. അതിൽ നമ്മൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്ത് കുറച്ചൊരു പ്രീമിയം സെക്ഷനിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ഒരു നമ്മളെ കോഴിക്കോടൻ ഹൽവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം. ഇത് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കോൺഫ്ലോറിലും റൈസിലും ചെയ്തെടുക്കുന്നതാണ്. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഹൽവ. ഇതുപോലെ നമുക്കൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് ടെൻഡർ കോക്കനട്ട് തന്നെ റിയലായിട്ട് കംപ്ലീറ്റ്ലി കരിക്കിൽ തന്നെ ചെയ്തെടുക്കുന്നതാണത്. മിൽക്ക് ഹൽവ അതും ഈ സെക്ഷനിൽ തന്നെ വരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മിൽക്കിൽ ചെയ്തെടുക്കുന്നതാണ്. വളരെ സോഫ്റ്റ് പുഡിങ് പോലെ നമുക്ക് കഴിക്കാവുന്നൊരു ഡെസേർട്ടാണത്. ഒരുപാട് മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ മടുക്കാത്തൊരു ടൈപ്പ് ഹൽവയാണ്. ഇത് പേരക്കയുടെ. ഇതുപോലെ തന്നെ ഇതേ കോൺഫ്ലോറും റൈസ് തന്നെയാണ് ഇതിലും വരുന്നത്. പേരക്ക തന്നെ ഇട്ട് ചെയ്യുന്നതാണ്. പഴുത്ത പേരക്ക തന്നെ ഇട്ട് ചെയ്യുന്ന ഒരു ഹൽവയാണ് ഗുവാവ ഹൽവ. ഈ സ്ട്രോബെറി ഹൽവ നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മൾ സ്ട്രോബെറി പീസസ്, ഡ്രൈ സ്ട്രോബെറിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് തന്നെ ഇട്ടിട്ട് ചെയ്യുന്നതാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും കുട്ടികൾ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും വാങ്ങാറുള്ള ഒരു ഐറ്റമാണിത്. ഇതും സോഫ്റ്റാണ്. പിന്നെ ഇത് ക്യാപ്പച്ചീനോ ഹൽവ, ഒരു കോഫി ഫ്ലേവറിൽ ചെയ്തെടുത്തതാണ്. നമ്മൾ പുതിയൊരു ഐറ്റമാണ്. നല്ല ആളുകൾ നല്ല രീതിയിൽ റിസീവ് ചെയ്യുന്നുണ്ട് ഇത്. ഈ ജാക്ക് ഫ്രൂട്ട് ഹൽവ നമുക്ക് പലരും ചോദിച്ച് വരാറുള്ളതാണ്. ഹൈ ഡിമാൻഡ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതിനകത്ത് നമുക്ക് ചക്ക വരട്ടിയത് സ്റ്റോക്ക് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് ഹൽവ ചെയ്യുന്നത്. ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. ഇത് ഹൽവയുടെ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് തന്നെ ചക്ക വരട്ടിയിൽ ചെയ്തേക്കുന്നതാണ്. അത്രയും നല്ലൊരു ഗീയും ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് വെരി ടേസ്റ്റിയാണ് ആ ഐറ്റം. പിന്നെ ഇത് മാങ്ങപ്പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ചോദിച്ച് വരുന്നതാണ് ആളുകൾ. റിച്ച് സെസമി ബ്ലാക്ക് എന്നാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. നിറയെ സെസമി സീഡ് ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. വെരി സോഫ്റ്റാണ്. ഒരുപാട് പേര് വന്ന് ചോദിച്ച് വാങ്ങുന്ന ഐറ്റമാണിത്. അതുപോലെ തന്നെ പൈനാപ്പിളിലും ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ ഹൽവ ചെയ്യുന്നുണ്ട്. ഈ സ്വീറ്റ് സ്പെഷ്യൽ ഒമാനിയുടെ തന്നെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ സ്വീറ്റ്സ് ഇട്ടിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട്, പക്ഷേ മൈദയും ഷുഗർ തന്നെയാണ് അതിൽ വരുന്നത്. എന്നാലും കുറച്ച് സ്വീറ്റ്സൊക്കെ കടിക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കൊപ്ര ഹൽവ. ഇത് കാണാൻ നല്ല അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമ്മുടെ കൊപ്രയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്
അതിൻ്റെ ടേസ്റ്റ് തന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. കൊപ്രയുടെ ഒരു ടേസ്റ്റ് വരുന്ന രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് സിമിലർ ആണ്, പക്ഷേ ഇത് കൊപ്രയുടെ ഒരു ഫ്ലേവർ വരില്ല. പക്ഷെ നാളികേരത്തിൻ്റെ ഒരു നോർമൽ കോക്കനട്ടിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ കോക്കനട്ട് ബ്രൗണിന് വരുന്നത്. ഇതും നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇത് നമ്മൾ മിക്സഡ് ഫ്ലേവറിൽ ചെയ്തെടുത്തിരിക്കുന്ന ബോക്സുകളാണ്. ഇത് മെയിൻ നമ്മുടെ കാലിക്കറ്റ് ടൈപ്പ് ഹൽവ, നോർമൽ ഹൽവകളാണ് ഇതിൽ വരുന്നത്. ഒരു 12-13 വെറൈറ്റി ഹൽവകളുടെ ഒരു 750 ഗ്രാമിൽ വരുന്നൊരു ബോക്സാണിത്. ഇത് അതിൻ്റെ ഒരു കോമ്പാക്റ്റ് ബോക്സ്. ഒരു 10 വെറൈറ്റിയോളം ഇതിലും ഉണ്ടാവും. ഓരോ പീസേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. ഇതിൽ 2 പീസ് വീതം ഉണ്ടാവും. അങ്ങനെയാണ് ഇത്. നമുക്ക് എല്ലാ ഫ്ലേവറും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നമ്മുടെ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ്. നമ്മൾ ഒരുപാട് പേര് ഈ പ്രീമിയം സെക്ഷനിലും ക്ലാസിക് സെക്ഷനിലും എല്ലാത്തിൽ നിന്നും നമുക്ക് പല വെറൈറ്റീസ് അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെറിയ പീസുകളാക്കി ബോക്സ് ചെയ്ത് തരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. 100 ഗ്രാമിൻ്റെ ഒക്കെ പീസുകൾ കട്ട് ചെയ്ത് അവർ പറയുന്ന ഐറ്റംസ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഗിഫ്റ്റ് ചെയ്യാനും പിന്നെ പുറത്തോട്ടൊക്കെ ഫോറിലേക്ക് പോകുന്നവർക്കൊക്കെ നീറ്റായി പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് 1/2 kg 1 kg ബോക്സ് ഉണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് കറൻ്റ്ലി ഈ ഒരു ഷോപ്പാണുള്ളത്. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മൾ വാട്സപ്പിൽ പലരും നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാനായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അത് നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ ഇനിയിപ്പം ഒരു ഷോപ്പ് കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എടപ്പാൾ. അപ്പോൾ ഒരു 2 പോയിന്റ് ഓഫ് സെയിൽ വരും. ഇതിനെല്ലാം പുറമേ നമ്മളൊരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഒരു 1 month കൂടെ നമുക്ക് ടൈം അതിന് വേണ്ടി വരും. അത് വർക്കിൽ അണ്ടർ പ്രോഗ്രസ് ആണത്. അതുകൂടെ വന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഹൽവ മാർട്ടിൻ്റെ ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിലെ കുന്നംകുളത്ത് നിന്ന് ഒരു ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കാലിക്കറ്റ് റോഡിൽ വന്നു കഴിഞ്ഞാൽ അയ്യപ്പത്ത് റോഡ് എന്ന് പറയുന്നൊരു സ്റ്റോപ്പിലാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഹൽവയും ടേസ്റ്റ് ചെയ്ത് നോക്കി തന്നെ വാങ്ങാം. നിങ്ങൾ ബ്ലൈൻഡ്ലി വാങ്ങണം എന്നില്ല. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വാങ്ങിക്കാം. അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹവും. എല്ലാവരും നിങ്ങൾ ടേസ്റ്റ് അറിഞ്ഞ് തന്നെ വാങ്ങണം, ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.